ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതി പിടിയിൽ. വിജയ് ദാസ് എന്നയാളാണ് മഹാരാഷ്ട്രയിലെ ലേബർ ക്യാമ്പിൽ നിന്ന് പിടിയിലായത്. രാവിലെ 9 മണിക്ക് മുംബൈ പോലീസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. നേരത്തെ ആദ്യ പ്രതി പറഞ്ഞു അത് എന്താണ് സാമ്യം മാത്രമാണ്, രണ്ടാമത്തെ പ്രതി യഥാർത്ഥ പ്രതിയല്ല, മൂന്നാമത്തെ പ്രതി ഒറിജിനൽ പ്രതിയാണോ ശ്രീനാഥ്? പ്രതി ഒറിജിനലാണ് എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ പേര് അത് വ്യാജമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. വിജയ് ദാസ് എന്നാണ് ഇയാൾ തുടക്കത്തിൽ പോലീസിനോട് പറഞ്ഞിരുന്നത്. പക്ഷേ അതല്ല പേര് എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മുഹമ്മദ് ആലിയാൻ എന്നതാണ് ഇയാളുടെ പേര് എന്നതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും 9 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്. DCPയുടെ ഓഫീസിൽ വെച്ചാണ്, ബാന്ദ്രയിൽ വെച്ച് വാർത്താ സമ്മേളനമുണ്ട്. അതിൽ ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത, നേരിട്ടുള്ള ഒരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇന്നലെ അർദ്ധരാത്രി നടന്ന ഒരു വലിയൊരു ഓപ്പറേഷൻ ഏതാണ്ട് 100-ലേറെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കെടുത്തു എന്നതാണ് പോലീസ് പറയുന്നത്. മുംബൈ പോലീസും മഹാരാഷ്ട്ര പോലീസ്, അതായത് ഥാനെ പോലീസും ചേർന്ന് നടത്തിയ ഒരു സംയുക്തമായ ഓപ്പറേഷനാണ്. ഹീരാനന്ദാനി എസ്റ്റേറ്റിന് സമീപം ഈ ഥാനെ വെസ്റ്റിൽ ഒരു ലേബർ ക്യാമ്പുണ്ട്. ലേബർ ക്യാമ്പിന് സമീപമുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഇയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അവിടെ നിന്ന് അർദ്ധരാത്രിയോടെ ഇയാളെ പിടികൂടി. പിന്നീട് ചോദ്യം ചെയ്യലിൽ ഇയാൾ തന്നെ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് മുംബൈയിലേക്ക് ഇയാളെ എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലടക്കം നടക്കുന്നത്. പല കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഇയാൾക്ക് എങ്ങനെ ഇത്ര ഈസിയായി സെയ്ഫ് അലി ഖാനെ പോലെ ഒരു പ്രമുഖർ പലരും താമസിക്കുന്ന ഒരു ഇടത്ത് കടന്നുകൂടി അയാളുടെ ഫ്ലാറ്റിലേക്ക് കയറാൻ എങ്ങനെ കഴിഞ്ഞു എന്നതൊരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടേണ്ടതുണ്ട്. ആരുടെയെങ്കിലും സഹായം പുറത്തുനിന്നോ അകത്തുനിന്നോ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ഇതിനുശേഷം എങ്ങനെ രക്ഷപ്പെട്ടു എന്ന കാര്യം അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഷാറൂഖ് ഖാന്റെ വീടായ മന്നത്തിന് സമീപവും ഇയാൾ എത്തി എന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിൻ്റെ കൈവശമുണ്ട്. മന്നത്തിൻ്റെ മതിലിൽ ഒരു ഏണി വെച്ച് അതിന് മുകളിൽ കയറി നോക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് കിട്ടിയത്. അങ്ങനെയെങ്കിൽ ആ കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മറ്റ് സെലിബ്രിറ്റികളെയും ഇയാൾ ലക്ഷ്യമിട്ടിട്ടുണ്ടോ എന്നതടക്കം കാര്യങ്ങളിൽ വ്യക്തത. ഏതായാലും 3 ദിവസം വലിയ ബുദ്ധിമുട്ടിലായിരുന്നു പോലീസ്. വലിയ അന്വേഷണം നടത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ, കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നിന്ന് പോലും ഇയാളോട് മുഖഛായയുള്ള രൂപസാദൃശ്യമുള്ള ഒരാളെ പിടികൂടി ചോദ്യം ചെയ്തു. പക്ഷേ അയാളല്ല എന്ന് കണ്ട് വിട്ടയച്ചു. നേരത്തെ മുംബൈയിലും ഒരാളെ ഇതുപോലെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നിരുന്നു. സ്റ്റേഷനിൽ ഏതാണ്ട് 4 മണിക്കൂറോളം ചോദ്യം ചെയ്തു. പക്ഷേ പിന്നീട് അയാളല്ല എന്ന് മനസ്സിലായി. ഇതിനൊക്കെയുള്ള കാരണം 6ാം നിലയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ CCTVയിൽ പതിഞ്ഞ ഈ പ്രതിയുടെ മുഖമായിരുന്നു. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡ്. ആ മുഖത്തോട് രൂപസാദൃശ്യമുള്ളവരെയാണ് പോലീസ് ഇങ്ങനെ തേടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് പലരെയും കസ്റ്റഡിയിലെടുക്കുകയും അവരല്ല എന്ന് കണ്ട് വിട്ടയക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും യഥാർത്ഥ പ്രതിയിലേക്ക് എത്തി എന്നതാണ് പോലീസ് പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ആഷ്മി. ഓക്കെ ശ്രീനാഥ്, താങ്ക് യു. അപ്പോൾ ശ്രീനാഥാണ് അതിൻ്റെ ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എന്താണ് അതിൻ്റെ പേര്, സദ്ഗുരു ശരൺ എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു സമ്പന്നരൊക്കെ താമസിക്കുന്ന, സെയ്ഫ് അലി ഖാനൊക്കെ സാധാരണ ഫ്ലാറ്റിൽ താമസിക്കൂ. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലാറ്റിൽ വലിയ സുരക്ഷ, സാധാരണ ഒരു ഫ്ലാറ്റിൽ തന്നെ അത്യാവശ്യം സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെ വലിയ സമ്പന്നരും പ്രമുഖരൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് വെറുതെ ഒരാൾക്ക് കടന്നു കയറിപ്പോയി ഒരാളെയൊക്കെ ചറവറ കുത്താനൊക്കെ പറ്റുമെന്ന് ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടെ ഷാരൂഖ് ഖാൻ്റെ വീടിന് അടുത്ത് പോയി പിന്നെ മതിലിൻ്റെ പൊക്കമൊക്കെ നോക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കക്ഷിയുടെ ഉദ്ദേശം എന്ന കാര്യം ഒരുപക്ഷെ 9 മണിക്ക് വ്യക്തമായേക്കാം.